begins. എടാ നനഞ്ഞവനെ നീ ഇത് എവിടെ നിൽക്കണേന്ന്? ഇനി 2 കിലോമീറ്ററോ? നീ ഇത് പറഞ്ഞു പറഞ്ഞ് കന്യാകുമാരി എത്തിയല്ല. ഒന്ന് പോടാ ചേട്ടാ. ഒരു 2 കിലോമീറ്റർ കൂടി. ഈ 2 കിലോമീറ്റർ തന്നെയാണോ? 2 4 ചേട്ടാ 2 കിലോമീറ്റർ കൂടി. ആ ഇപ്പെത്തും ആ ശരി ശരി. ഇനി മാറരുത് കേട്ടോ. 4 കിലോമീറ്റർ കൂടുതലരുത്. ആ വട 5 പൊറോട്ടയും അടിക്കണ കേക്കണില്ലേ? കാണുന്നുണ്ടല്ലോ. അതോടെ അടിച്ചോട്ട്. എന്തിനത്? നിന്നെ ഒന്നും അടിക്കണല്ലോ. അത് ഇവിടെ ഇരുന്ന് അടിക്കണല്ലേ ഉള്ളൂ. എടുക്കങ്ങോട്ട്. എന്തിനു? എന്താ ഫോൺ വന്ന് എടുക്കണ്ടേ? അത് എടുക്കേണ്ട കാര്യമില്ല. എടുക്കേണ്ട ആവശ്യമുള്ള കാര്യമല്ല അത്. എന്താ അല്ലാത്തതുകൊണ്ട് അത് കാര്യം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് എടുത്താലല്ലേ അറിയാൻ പറ്റൂ. വേണ്ട, എടുക്കാതെ തന്നെ എനിക്കറിയാം. അതുകൊണ്ട് എനിക്കൊരു കാര്യമില്ല. അവർക്ക് എന്തെങ്കിലും കാര്യം നേടാൻ കാണും ചിലപ്പം. എനിക്ക് അത്യാവശ്യമൊന്നുമില്ല. ഒരു അത്യാവശ്യമില്ല. ഇതൊക്കെ വെറുതെ വിളിക്കുന്നതാണ്. പൈസ കൊടുക്കാനുണ്ടോ? വിളിക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ടോന്ന് ചിലപ്പോ കാണും. ഒന്നിലും ഒരു ഉറപ്പില്ലല്ലോ. ചിലപ്പോ കാണുമെന്നോ? നമ്മൾ പൊതുസമൂഹമായിട്ട് ഇങ്ങനെ ഓടി നടക്കണതല്ലേ. അപ്പൊ അതിനിടയ്ക്ക് ചിലപ്പോ 5 10 ആരെന്തെങ്കിലുമൊക്കെ മേടിച്ചത് കാണും. ഫോൺ എടുത്ത് പറ, എന്റെ കയ്യിൽ പൈസ തികഞ്ഞിട്ടില്ല, തരാന്ന് പറ. അങ്ങനെ പറഞ്ഞാലേ അത് ശരിയാവില്ല. അത് പറയണ്ട. നമുക്കിപ്പോ പൈസ വരാനുള്ളത് വരുമ്പോ അതങ്ങ് കൊടുത്താൽ പ്രശ്നം തീരെ. ക്ലീറ്റ് ഒരു സാമാന്യ മര്യാദയല്ലേ? പൈസ മേടിച്ച ഒരാള് വിളിക്കുമ്പോ തിരിച്ച് ഫോൺ എടുത്ത് പറയണ്ടേ ഞാൻ തരാം, കുറച്ചു ദിവസം കഴിയട്ടെ എന്ന് പറയണ്ടേ? അത് നിങ്ങളുടെ ബുദ്ധിയില്ലാത്തവരുടെ ആശയമാണ്. ഇതിപ്പോ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ നമ്മൾ എന്തായാലും വിളിക്കും. കുറെ കഴിയുമ്പോൾ അവൻ മടുക്കും. എടുത്തിട്ട് ഞാൻ തരാം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ കൊടുക്കുകയാണ് വേണ്ടി. കൊടുക്കാൻ നമ്മളെ വേണ്ടേ? നമുക്ക് ആ ഒരു പ്രതീക്ഷ അതും കറക്റ്റ് ആവണമല്ലോ. ഇത് രണ്ടും കൂടെ വരട്ടെ. എൻ്റെ പൈസ വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ എത്ര നാളായി? ഇതിപ്പോ ഈ അടുത്തെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അടുത്തെങ്ങാണ്ടെന്ന് പറഞ്ഞ 4-5 മാസമാവും. ഒരു 5 മാസം 3-4-5 മാസം ആയിരിക്കും. ആവും. എത്ര രൂപ മേടിച്ചിട്ടുണ്ട്? ഒരു 5 രൂപ. 5000 രൂപയ്ക്കാണോ ഇത്രയും കിടന്ന് വിളിക്കുന്നത്? 5 രൂപ ഞാൻ തിരിച്ച് വിളിച്ച് ചോദിക്കും അവരോട്. അല്ല, അത് 5 രൂപ വെച്ചിട്ട് ഒരു 5 പ്രാവശ്യമായിട്ട് വാങ്ങിച്ചു. 25,000 രൂപയോ? ചെറിയ പൈസ അല്ലേ? അതിപ്പോ കൊടുക്കാം. 25,000 രൂപയാണ് ചെറിയ പൈസ? 5000 വെച്ച് വാങ്ങിക്കുമ്പോ ചെറുതല്ലേ? നമ്മള് 25 നിങ്ങൾ എന്ത് മനുഷ്യനിങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കണം? എന്താ ക്ലീറ്റോ നീ എന്തിനു ഭ്രാന്താവണത്? ഇത് ഞാൻ കൊടുക്കും. ഞാൻ ഇടപെട്ടാലേ ഞാൻ നിങ്ങൾ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? നിങ്ങൾ എന്നിട്ട് ഫോൺ എടുക്കാതിരിക്കുമല്ലോ ഇവിടെ. എന്റെ തങ്ക, നീ ഒന്ന് ടെൻഷൻ തരല്ലേ. ടെൻഷൻ തരില്ലേ? അപ്പൊ നിങ്ങൾ എനിക്ക് തരുന്ന എന്താ? നീ എന്തിനു ഇതിൽ ടെൻഷൻ പിടിക്കണത്? ഇത് ഞാൻ കൊടുക്കുമല്ലോ. എപ്പോ കൊടുക്കും? ഇതിപ്പോ കുറച്ച് ദിവസം അവർ വിളിച്ചു കഴിയുമ്പോൾ അവരങ്ങ് മടുക്കുമ്പോ പിന്നെ അവരങ്ങ് മറക്കും. എന്ത് ഈ മനുഷ്യൻ പറയണത്? ദൈവമേ, മടുക്കൂന്ന്. ഈ ആഹാര സാധനങ്ങളോട് ദേഷ്യം തീർക്കല് അന്ന മുട്ടും. അതുകൊണ്ട് മിക്കവാറും ഞാനൊരു കൊലപാതകയാകും. എനിക്ക് പഞ്ചായത്തിൽ മെമ്പറായിട്ടൊന്നും ഇരിക്കാൻ സാധിക്കുമെന്ന് തോന്നണില്ല. ജയിലിലായിരിക്കും ഞാൻ. എവിടെ പോയോ എന്തോ? ഇപ്പം ഇത് ഉള്ളത് പിടിക്കും, ബാക്കി ഗൂഗിൾ പേ ചെയ്യാം. അക്കൗണ്ട് നമ്പർ അയച്ചാൽ മതി. അതിന് മാത്രം കാശല്ലേ അല്ലേ? നീ ഏതോ ചുവന്ന പൂവിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ട് എത്ര നേരം ചുവന്ന പൂവ് അന്വേഷിച്ചിറക്കണേ? എന്റെ പൊന്നു വെച്ചാലേ ഞാൻ ചുവന്ന പൂവിന്റെ മുട്ടിൽ തന്നെയല്ലേ വേണ്ട ചുവന്ന പൂ. നിനക്കൊരു മാറ്റമില്ലല്ലേ? എത്ര നാളാണ് കണ്ടിട്ട്. എന്റെ ചങ്കാണ് ഇത്. പുരുഷു രാഷ്ട്രീയ പരിപാടി. എന്റെ പൊന്നളിയാ, ഇന്നലെ രാത്രി നീ പറഞ്ഞ സത്യം പറഞ്ഞ പാതി മയക്കത്തിലാണ് കേട്ടിട്ട് എനിക്കൊരു പുണ്ണാക്ക് മനസ്സിലായത്. എന്താളിയാ പ്രശ്നം? എടാ, നിനക്കറിഞ്ഞൂടെ എൻ്റെ ജാതകത്തിലെ പ്രശ്നം? എൻ്റെ പൊന്നു സഹോദര, എൻ്റെ ജാതകത്തിൽ ശുക്രൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഞാൻ എന്ത് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലും അതൊക്കെ എൻ്റെ തലയിലാവും. അതാണ് എൻ്റെ ജാതകം. അത് കൊച്ചുനാളിൽ അതിപ്പോ വന്നിട്ട് ഒരു മാറ്റമില്ല. ഒരു മാറ്റമില്ല. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പൊ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല്ലില്ലേ, അത് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ പറയും ഞാനാണ് അതൊക്കെ കൂടി ചെയ്തതെന്ന് പറയും. എന്തിന് ഇപ്പൊ ഞങ്ങളുടെ നാട്ടുകാർ പറഞ്ഞു കൊടുക്കണമെന്ന് അറിയാമോ, മെസ്സി കേരളത്തിൽ വരാത്ത ഞാൻ കാരണമാണെന്ന്. അത് എടാ എന്റെ തലയിലായി, എനിക്ക് ശുക്രനില്ലായ്മ. പക്ഷെ എന്റെ പ്രശ്നം അതൊന്നുമല്ല, എന്നാ ഇത്തിരി പ്രശ്നമാണ്. അത് എന്നാ പ്രശ്നം പറ. എടാ ഞാൻ എൻ്റെ ഈ ഭാഗ്യമില്ലായ്മയും ശുക്രനില്ലാത്ത കാര്യമൊക്കെ ഞാൻ ഓരോരുത്തരോട് ഇങ്ങനെ പറയലുണ്ടല്ലോ. എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. അതെ, അതിങ്ങനെ പറഞ്ഞ് അതൊരു കഥയായിട്ട് രാഹുൽ കല്യാൺ എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ ചെവിയിൽ ചെന്ന് അവനാണെങ്കിൽ അതെടുത്ത് സിനിമയാക്കാൻ പോവാണ്. എന്നിട്ട് അവൻ ശുക്രൻ എന്ന് പറഞ്ഞൊരു പടം തന്നെ എഴുതി. നിന്റെ ശുക്ര ഉറപ്പാണ് സ്വന്തം കഥ സിനിമയാക്കാൻ പോകുന്നത്. എടാ അതൊന്നും അല്ലെന്ന്. എടാ ആ കഥ പുറത്തു വന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്കൊക്കെ മനസ്സിലാവൂലേ ഞാനിങ്ങനെ ഒരു ഭാഗ്യമില്ലാത്ത ആളെന്ന്. അതെല്ലാവരും അറിയൂലേ, എനിക്ക് നാണക്കേടല്ലേ. അതെങ്ങനെയും തടയണം, അതിനെന്തെങ്കിലും വഴിയുണ്ടോ? അതിനാ നിന്നെ ഞാൻ വിളിച്ചത്. എടാ ഇതിപ്പം വല്ലവനെ പോയി 2 പൊട്ടീര് കൊടുക്കാനോ 10-500 മറിക്കാനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നടക്കത്തുള്ളൂ. എടാ അതല്ലെന്ന്, ആ സിനിമ എങ്ങനെയെങ്കിലും നിർത്തിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. സിനിമ നിർത്തിക്കാൻ പറ്റിയ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. പുള്ളി വിചാരിച്ചാൽ നടക്കും. അത് ശരി, ആരാണത്? എൻ്റെ മച്ചമ്പി ക്ലീറ്റസ് മത്തായി ഞങ്ങളുടെ DDT പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവായ നേതാവാ. ഇവനിങ്ങനെ സംസാരിക്കാറില്ല. അതിങ്ങനെ ജനിച്ചപ്പോ മുതലേ അങ്ങനെ. ഇതും വേറൊരു ശുക്രനില്ലായ്മക്കാരനാ. പുള്ളി വിചാരിച്ചാൽ ഈ തിരുവനന്തപുരത്ത് നടക്കാത്തതായിട്ട് ഒരു കാര്യം. എങ്കിൽ എത്രയും പെട്ടെന്ന് അയാളെ നമ്മൾ കാണുന്നു, ശുക്രൻ നിർത്തിക്കുന്നു. എങ്കിൽ ഓട്ടോ വിളി, ഓട്ടോ ഓട്ടോ. ഞാൻ വിചാരിച്ച നടക്കൂല ക്ലീറ്റോ. എൻ്റെ കയ്യിൽ 10 പൈസയില്ല. കാര്യം ഞാൻ വലിയ കൃഷിക്കാരൻ്റെ ഭാര്യയൊക്കെ ആണെങ്കിലും എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല. പൈസയൊക്കെ അങ്ങേരുടെ കയ്യിലാണ്. മൈ, ഞാൻ ഒരു കാര്യം പറയാം. സംഭവം ഇപ്പോൾ നമുക്ക് ഈ പൈസ എന്ന് പറയണതേ നമ്മളെ എല്ലാവരുടെയും കയ്യിൽ കുറച്ച് കരുതൽ വേണം. മൈ എപ്പോഴും ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് അമ്മാവൻ്റെ പിറകെ നടന്ന് യാചിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വയം പര്യാപ്തമാണ്. സ്ത്രീകൾക്ക് നിങ്ങളുടേതായ ഒരു വരുമാനം. ഞാൻ പറയണത് അമ്മായി ആ ചീരത്തോട്ടത്തിൽ അമ്മാവൻ കൃഷിയുടെ സൈഡിൽ തന്നെ എവിടെയെങ്കിലും കുറച്ച് വേറെ എന്തെങ്കിലും ചേമ്പോ ചേനയോ കാച്ചിലോ വാഴയോ അതൊക്കെ അമ്മായിയുടെ ഇതിലായിട്ട് കൃഷി ചെയ്തിട്ട് എന്തെങ്കിലും വരുമാനം കണ്ടെത്തണം കേട്ടോ അമ്മായി. ഇല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും മുമ്പിൽ ഇരക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. നിന്റെ പ്രശ്നം എന്താ? എൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഒന്നുമില്ല, ഒരു ചെറിയൊരു ഇടപാടാണ്. ഇനിയിപ്പോൾ അമ്മായി പൈസ തന്നെ വേണമെന്നൊന്നുമില്ല. എന്തെങ്കിലും എനിക്ക് ഒന്നുമില്ല. വേണ്ട, ഇതൊരു ചെറിയ മറപ്പിന് ഇതോ അതോ ഒരു ചെറിയ മറപ്പിൽ തന്നാൽ എൻ്റെ അത്യാവശ്യം ഒരു ചെറിയൊരു ഇടപാട്. അപ്പോൾ അത് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും എനിക്ക് ഇച്ചിരി പൈസ വരാനുണ്ട്. ആ പറഞ്ഞത് അമ്മായി ഇത് ഞാനിങ്ങ് തിരിച്ചെടുത്ത് തരാം. മോതിരം ഞാൻ തരാം. പക്ഷെ നീ ഉദ്ദേശിച്ച കാശ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അല്ല, അത് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞമാതിരി ഇപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളതിൽ ഒരു കുറച്ച് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാമല്ലോ, പിടിച്ചു നിൽക്കാമല്ലോ നമുക്ക്. ബാക്കി പിന്നെ എന്തെങ്കിലും ചെയ്യാം. എന്നാലും ഉദ്ദേശം എത്ര കിട്ടും? നീ ഉദ്ദേശിച്ചതിൻ്റെ അത്രയും പൈസ. 15. പക്ഷെ നീ ജയിലിൽ പോകും. മുക്ക. അതെ, ഞാൻ അമ്മായിയോട് പൈസ ചോദിച്ചിട്ടുമില്ല, മോതിരം ഒന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല. എനിക്കങ്ങനെ ഒരു ബാധ്യതയില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പ്രശ്നം തീർന്നല്ലോ. കുതിര അങ്ങനെയാണോ ചാടുന്നത്? നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കുതിര 4 ആയിട്ടേ ചാടത്തുള്ളൂ. 4 ആയിട്ടാ? ആ, എൽ ഷേപ്പിനല്ലേ 1 2 3 4. പഠിക്കുന്ന ആരും എത്ര എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താലും അവൻ പഠിക്കൂല. കളിക്ക്. ഞാനാ ആന എങ്ങനെ പോണേ? ആന തടിച്ചിട്ട് പയ്യെ പയ്യെ ഇങ്ങനെ പോവും. ചെസ് കളിക്കുമ്പോ ചളി അടിച്ചോണ്ടല്ലോ. ചളിയാ? എടാ ഇതിന്റെ അകത്ത് ആന ഇല്ലേ? ഇല്ല. എന്തിനാണ് ഡെയിലി പ്രാക്ടീസ്? നീ ക്ലാസ്സിൽ ചേർന്നല്ലേ ചെസ്സിന്? ഇത് ആനയല്ലേ? ആന ഇങ്ങനെ പോകത്തുള്ളൂ. വെള്ളയിലിരിക്കുന്ന ആനയാണെങ്കിൽ ഇങ്ങനെ 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 പോകും. ഡയഗണല് കറുപ്പിരിക്കുന്ന ആനയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പോകും. പൊന്നിലാടി ഇവനെ പഠിപ്പിക്കണ വെറുതെയാണ്. ചേച്ചി എന്തോരം പ്രാവശ്യം നിനക്ക് പറഞ്ഞു തന്നല്ലേ, കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിക്ക്. ചേച്ചി വേണ്ട ബുദ്ധി ഉപയോഗിച്ച് പഠിച്ചോണ്ട ഇപ്പൊ ഡോക്ടർ ആവണത്. അല്ല, അന്നോടൊന്ന് പഠിക്കാൻ പറഞ്ഞ പഠിക്കുകയില്ല. എന്നാ പിന്നെ എടുത്തോണ്ട് വരരുത് കളിക്കാൻ. കളിക്ക്.
ആ അത് വെട്ട നിനക്ക് വെട്ട ഇങ്ങനെ പറയാം. ഡാഡി ഉം. ഉം. ഇതൊരു വിഷമമുള്ള പോലെ നീ കളിക്ക്. ഒന്നുമില്ല മക്കളെ. എന്തൊക്കെ ഡാഡി കുഴപ്പമില്ല. ഉം. എന്താ ഇല്ല, ഡാഡി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നേ. മക്കളിപ്പോൾ ഒരു 4 കൊല്ലം കൂടെ കഴിയുമ്പോൾ പഠിച്ച് ഡോക്ടറാവും. അപ്പോൾ ഡാഡിക്ക് അത്രയും കൂടി വയസ്സാവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഓടി നടക്കണ പോലത്തെ ഉള്ള ഒരു ആരോഗ്യമൊന്നും ഉണ്ടാവില്ല. ക്ഷീണവും വയ്യായികയും. അപ്പോഴേ 4 വർഷത്തില് 4 വർഷത്തിൽ ഡാഡി പയറുമല്ലോ. അതെ, ഇപ്പോഴേ തന്നെ ഡാഡിക്ക് ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ഡാഡി ഇങ്ങനെ ഒരു കണക്കിന് പോണേണ്. ഡാഡിയുടെ ബുദ്ധിമുട്ടുകളൊന്നും ആരെയും അറിയിക്കാതെ ഇങ്ങനെ എല്ലാം ഉള്ളിൽ ഒതുക്കി കൊണ്ടുപോയല്ലേ മക്കളെ. നമ്മളൊക്കെ ഇവിടെ ഇല്ല, ഡാഡിക്ക് പറഞ്ഞൂടെ? അതൊരു പരിഹാരം കാണാൻ നിങ്ങളൊക്കെ വിചാരിച്ചാൽ പറ്റുമോ? എന്താ പറ്റാത്ത എന്നെ കൊണ്ടൊക്കെ പറ്റും. അല്ല, ഡാഡി ചോദിക്കണത് നീ പഠിച്ച് ഡോക്ടറായി കഴിഞ്ഞാൽ ഡാഡിയെ നോക്കോടി. പിന്നെ ഡാഡിക്ക് വേണ്ടിയല്ലേ ആവുന്ന തന്നെ ഡോക്ടർ. അല്ല, ഡാഡിയെ പരിശോധിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഡാഡിയെ സാമ്പത്തികമായൊക്കെ സഹായിക്കുകയും ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നാൽ അതിനൊക്കെ കൂടെ നിൽക്കൂലേ ഡാഡിയുടെ? എന്റെ ഡാഡി ജനിച്ചപ്പോ തൊട്ട് ഡാഡി നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടല്ലേ വളരണേ. ഈ ഞാൻ ഉണ്ടാക്കുന്നതല്ലേ എന്റെ ഡാഡിക്കും അമ്മയ്ക്കും ഒക്കെ അല്ലേ. സന്തോഷമായി മക്കളെ ഡാഡിക്ക്. എന്താണ് വിഷമിക്കൊന്നും വേണം, ഞാൻ നോക്കാം. അല്ല, ഡാഡിക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു വിഷമം. ഇപ്പൊ എന്താ? അന്ന് മക്കള് കോളേജിൽ പോകാൻ പോയില്ലേ, ഹോസ്റ്റലിലേക്ക് അന്ന് പഠിക്കാൻ പോയ സമയത്ത് അമ്മമ്മ മക്കളയിൽ കുറച്ച് പൈസ തന്നല്ല, കയ്യിൽ വെച്ചോളാനായിട്ട് തന്നില്ലേ? അതിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഡാഡിക്കൊരു ചെറിയൊരു അത്യാവശ്യം. പൈസ വേണോ അതിന്റെ ബാക്കി? ഉണ്ടോ എന്തെങ്കിലും? കുറച്ചുണ്ട്, അത് ഞാൻ തരാം. മക്കളയിൽ ഒരു എത്ര കാണും? എൻ്റെ എങ്ങനെ പോയാലും ഒരു 200 രൂപ കാണും. അതെ, 200. പഴയ നീ ദൂർത്തടിച്ചോ? ദൂർത്തടിച്ച് അനാവശ്യമായിട്ട് പൈസ ചെലവാക്കി തന്നെ വളർന്നോ? പൈസ സേവ് ചെയ്യരുത്. അവസാനം ഒരു ആവശ്യം വരുമ്പോൾ പിന്നെ കണ്ടവരെടുത്ത് പോയി ഇറക്കേണ്ടി വരും. ഒന്നും പറയണ്ട മുത്തേ. എത്ര രൂപയാണ് അമ്മമ്മ അന്ന് തന്നത്? അമ്മയെ തന്നെ കണ്ട് പഠിച്ചോ നീ? ഇങ്ങനെ പൈസ ചെലവാക്കി ഇപ്പൊ 10 രൂപയ്ക്ക് കിട്ടിയ കയ്യിൽ 100 രൂപ അങ്ങ് ചെലവാക്കണം, അല്ലെ 1000 ചെലവാക്കണം. ഇത് അങ്ങനല്ല വളരേണ്ടത്. എടുക്കാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ചായ കുടിക്കാം, ഒരു നാരങ്ങ വെള്ളം കുടിക്കാം, ഒരു മുട്ടായി മേടിക്കാം. 2 മാസമായില്ലേ പോയിട്ട്? 2 മാസം 5000 രൂപ. ഈ പ്രായത്തിൽ 2 മാസം അങ്ങനെയൊന്നും ചെലവാക്കരുത്. ആ ആവശ്യത്തിന് ചെലവാക്കണം. ചുമ്മാ അങ്ങ് ഇതാവുള്ളൂ. 200 രൂപ തരാം, അത്രേ ഉള്ളൂ. 200 രൂപ ഞാൻ ഇപ്പൊ എത്ര വേണം? ഒന്നും വേണ്ട. നിന്റെ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു തന്നെ, അല്ല വേറൊന്നുമല്ല. ഓ, എന്നെ നോക്കണ്ട, എൻ്റെ അടുത്തൊന്നും ഇല്ല. ദൈവമേ, ചെസ് കളിക്കണുണ്ടല്ലോ. ഇനി അതിലാരെങ്കിലും തോറ്റ അതും എന്റെ തലയിലാവുമല്ലോടാ. അങ്ങനെ ആരും പറയത്തില്ല. കാര്യം ഇവിടെ മൊത്തം തോൽവികളാ. പൈസ നീ കണ്ടല്ലോ ഉള്ള കാശൊക്കെ ഗൂഗിൾ ഓറല്ലേ? ശരി ശരി, നോക്കിപ്പോ. ദാരിദ്ര്യം കൊടും ദാരിദ്ര്യത്തിനെ കൊണ്ടാ വന്നേക്കണത്. ഇത് ക്ലീറ്റസ് മത്തായി പറഞ്ഞില്ലേ, DDTയുടെ പരമാത്മാവും ജീവാത്മാവുമായ എന്റെ ചേട്ടൻ. ഇത് നന്ദു, എന്റെ ബാല്യകാല സുഹൃത്താ. ഓ, നിനക്ക് ഇങ്ങനെ കൂട്ടുകാരുണ്ടോ? നല്ല കൂട്ടുകാരൊന്നുമല്ലേ പൈസ ഉള്ളത്? ഓട്ടോറിക്ഷ കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു കൂട്ടുകാർ. അല്ല, ഉണ്ടായിരുന്നാണ്, തീർന്നാണ്. അതെ, കാരണം ലോകം മുഴുവൻ ചുറ്റിയിട്ടാണ് ഇവനെ കണ്ടത്. അതുകൊണ്ടാണ് ചേട്ടാ. മച്ചമ്പി, ഇവന് വലിയൊരു ചെറിയ പ്രശ്നമുണ്ട്. വലിയ പ്രശ്നം. അതൊന്ന് ചെറുതാക്കി തീർത്തായിരുന്നു. പ്രശ്നം വലുതായാലും ചെറുതായാലും അത് പെരുവഴി നിന്നല്ല സംസാരിക്കാൻ, അകത്തിരുന്ന് സംസാരിക്കാൻ. അത് അതിന്റെ മര്യാദ. ഇതാരാണ്? എൻ്റെ മോനും എൻ്റെ മോളും. താഴെ വീട്, മേലെ വീട്. സുരേന്ദ്ര മോലാളി തിരക്കെന്ന് പറയാൻ പറഞ്ഞു. അപ്പോ ശുക്രനാണ് നിന്റെ പ്രശ്നം അല്ലേ? ശുക്രൻ ഇല്ലാത്തതാണ് എന്റെ പ്രശ്നം. അത് ശുക്രൻ എന്ന് പറഞ്ഞ സിനിമയാവുന്നതാണ് എന്റെ പ്രശ്നം. കറക്റ്റ് അല്ലേ? അതെ.
ഇതൊരു ചെറിയ പ്രശ്നമല്ല. അല്ല ഉം. കാര്യം പറഞ്ഞ ക്ലീറ്റോ ഇവിടെ DDTയുടെ സമുന്നതനായ നേതാവാണ്. പിന്നെ ഡൽഹിയിലൊക്കെ ഒരുപാട് വലിയ വലിയ നേതാക്കളെ പിടിയുണ്ട്. പക്ഷേ ഈ കാര്യം ക്ലീറ്റോ വിചാരിച്ചാൽ നടക്കൂല. എനിക്കും ഫിഗർ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി ചേച്ചി. എന്നാലും ഒരു ശ്രമം നടത്തണ്ടേ? അതെ, ഇതൊരു പൊളിറ്റിക്കൽ വിഷയമല്ല. ഇതിൽ ഇടപെടണ്ട. ഇതൊരു ചെറുപ്പക്കാരന്റെ ജീവിതം ഇട്ട് രണ്ടുപേരെ അമ്മാനമാടുകയാണ്. അതിനെതിരെയാണ് ഞാൻ പ്രതികരിക്കാൻ പോകുന്നത്. അതാണ് എന്റെയും പ്രശ്നം. ഇപ്പൊ ഈ പറയുന്ന രാഷ്ട്രീയമൊക്കെ ആണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും പോകുന്നു പറയാം. അത് ആ പാവപ്പെട്ട കൊച്ചിന്റെ ജീവിതമാണ്. ക്ലീറ്റോ തുറന്നു പറഞ്ഞ്. അതെ, ക്ലീറ്റോ തുറന്നു പറ. ക്ലീറ്റോ ഇതൊന്നും കേട്ട് ഇത് ഇവിടെ നെഗറ്റീവ്. ഈ മനുഷ്യൻ വിചാരിച്ചിട്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. എല്ലാം ഏക്കുള്ളൂ. ഒന്നും നടന്നില്ല നീ എങ്ങനെ പറയും? നീ ആഗ്രഹിച്ച പോലെ നിന്നെ ഞാൻ കല്യാണം കഴിച്ചില്ലേ? 2 പിള്ളേരായില്ലേ? പിള്ളേരെ പഠിപ്പിക്കണില്ലേ? പിള്ളേരെ വളർത്തണില്ലേ? തിന്നാൻ ആഹാരമല്ലേ, വസ്ത്രമല്ലേ? എന്തിനാണ് ഒരു കുറവ്? സന്തോഷത്തിന് സന്തോഷം. പിന്നെ എനിക്കിവിടെ ഭയങ്കര സുഖമാണ്. മോനെ, ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. അതിന്റെ ഇതായിട്ട് അവള് പറയണത്. മോനെ അത് അല്ല, അത് ഞാൻ കാര്യമാക്കുള്ള പ്ലേറ്റോ ചേട്ടൻ എങ്ങനെയെങ്കിലും ശരിയാക്കി തന്നെ. ക്ലീറ്റോ ചേട്ടൻ മോനെ, പരിഹാരമുണ്ട് കേട്ടോ. ടെൻഷൻ പിടിക്കല്ലേ, എല്ലാത്തിനും പരിഹാരമുണ്ട്. പിന്നെ ഇത് മോന്റെ ഈ കഥ എടുത്തിട്ട് സിനിമയാക്കണ സംവിധായകൻ, അവന്റെ പേരെന്തോന്നു? ഡയറക്ടർ ഉബൈനി. ഇതൊക്കെ ഒരു പേരാണ്. ഞാൻ വിചാരിച്ചില്ല പ്രായകാരുടെ ഒപ്പായിരിക്കും. അല്ലല്ല, ഡയറക്ടറിന്റെ പേരാ ഉബൈനി. അതല്ല, ഇതിനു പോലെ സിനിമ ചെയ്തിട്ടുണ്ടാ? ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്. ഓ, ഈ എഴുതണതാര്? കഥ രാഹുൽ കല്യാൺ എന്ന് പറയും. കല്യാൺ സിൽസിന്റെ ആരെങ്കിലും ആണോ? കല്യാൺ, രാഹുൽ കല്യാൺ. അവൻ കല്യാണം കഴിച്ചവനാണോ? കല്യാണം പുള്ളിയുടെ ഒന്ന് ഓർത്ത് നോട്ടെ കേട്ടോ. പുള്ളിയുടെ മൊത്തം എപ്പോഴും സങ്കടവും വിഷമമൊക്കെയാണ്. എനിക്ക് കല്യാണം കഴിച്ചതാ, ഉറപ്പാ. ഉറപ്പല്ലേ? അപ്പൊ കല്യാണം കഴിച്ച ഒരുത്തനാണ് കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരന്റെ ജീവിത കഥ എടുത്തിട്ട് ഇങ്ങനെ അമ്മാനമാടുന്നത്. നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അതുപോട്ട് ഇതിന്റെ പ്രൊഡ്യൂസർ ആരാണ്? കാശ് മുടക്കുന്ന ആള്? പേര് പറയാൻ, പ്രൊഡ്യൂസർമാരുടെ പേര് പറയാൻ തുടങ്ങിയാൽ തീരൂല. ഒരു ലോറിക്കുള്ള ആളുണ്ട്. ചുമ്മാ നല്ല നായകന് ലോറി കൊടുത്ത്. അതെ, ഞാൻ ആലോചിക്കണത്, നിസ്സാരം ഒരു ആട്ടോയ്ക്കുള്ള പൈസ കൊടുക്കാൻ നിവർത്തിയില്ലാത്ത നിന്റെ കഥ എടുത്ത് ആരുടെ സിനിമയാക്കണം? അവന്റെയൊക്കെ ഒരു ഗതിയുടെ. അതൊന്നും അല്ല കാര്യം ഇവിടെ. അല്ല, ചേട്ടൻ ആ സെൻസർഷിപ്പിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് പ്ലൂട്ടോ ചേട്ടനെ സഹായിക്കണം. പ്ലൂട്ടോ ഇല്ല, ക്ലീറ്റോ. ക്ലീറ്റോ ലേറ്റസ്റ്റ് മത്തായി, അതിനെ ചുരുക്കി ക്ലീറ്റോ എന്ന് വിളിക്കുന്നത് കേട്ടോ. പിന്നെ ക്ലീറ്റോ സെൻസർ ബോർഡിലെ ആളുണ്ട്. ക്ലീറ്റോ അല്ല, അതോട് സെൻസർ ബോർഡിലെ ആളുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട 2 പേരുണ്ട്. ആരുണ്ട്? നിന്റെ അമ്മായിയപ്പൻ. പഞ്ചായത്തിന് സെൻസസ് എടുക്കാൻ പറ്റില്ല രജനി. പച്ചപ്പായിട്ട് നല്ല കമ്പനിയല്ലേ? സെൻസസ് എടുക്കണ പരിപാടി ഇത് സെൻസർഷിപ്പ് എന്ന് പറയും. സെൻസർ ബോർഡ്, സിനിമ സെൻസർ ബോർഡ് അറിഞ്ഞൂടാ. ഒരു വക അറിഞ്ഞൂടാ. 2 എണ്ണം ഇരിപ്പുണ്ട് 2 സൈഡിലും. കറക്റ്റ് കീറ്റോ ചേട്ടൻ അറിയാം. അതെ, കീറ്റോ അല്ല, ക്ലീറ്റോ. ക്ലീറ്റോ. കീറ്റോ ഡയറക്ടർ ആണല്ലേ? അതെ. അപ്പൊ ഇതിന്റെ സംഭവം നമുക്ക് ഈ സിനിമയിൽ ഒരു പിടി പിടിക്കാറുണ്ട്. ഈ സിനിമയിൽ പരാമർശങ്ങൾ എന്തെങ്കിലും സെൻസർ ബോർഡിന് നമുക്ക് വെട്ടാൻ പറ്റാൻ ബീഫ് എന്ന് അങ്ങനെ വല്ലോ ഇതിൽ പറയുന്നുണ്ടോ? ഇല്ല, ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ അറിയില്ലല്ലോ. എന്റെ കഥയിൽ ഏതായാലും ഇല്ല. അതുകൊണ്ട് അതിലും ഉണ്ടാവാൻ സാധ്യല്ല. മോൻ ബീഫ് കഴിക്കുമോ? ഞാൻ ബീഫ് കഴിക്കും. അപ്പൊ പിന്നെ അത് കഥാപാത്രം അങ്ങനെ കഥയാണെങ്കിൽ അതിനകത്ത് ആ കഥയിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യല്ല. പക്ഷെ അതുണ്ടെങ്കിൽ നമുക്ക് ഒരു എളുപ്പമായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ദൈവത്തിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോ? ഇല്ല. മോന്റെ പേരെന്താ? എന്റെ പേര് നന്ദു. അത് വല്ല ദൈവങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പേര് വല്ലതും? ഇല്ല. അയ്യോ, അതില്ല. ഇല്ല, അങ്ങനെ വരത്തില്ല. അപ്പൊ അങ്ങനെയും പറ്റില്ല. ഒരു കാര്യം ചെയ്യാം. സിനിമ ഇറങ്ങാൻ പോണതിന് മുമ്പ് നമ്മളൊരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യും. ഒരു 50 ലക്ഷം രൂപയ്ക്ക് മാനനഷ്ട കേസ്. സെറ്റ്. എന്റെ മാനത്തിലേക്ക് അത്രയും വില ഉണ്ട് കേട്ടോ. എന്റെയും കൂടെ ചേർത്ത്. എങ്കിൽ പിന്നെ ഒന്നും കിട്ടൂല. ഓ, നെഗറ്റീവ്. അപ്പൊ സിനിമ ഇറക്കണമെങ്കിൽ അവന്മാർ ഒരു 50 ലക്ഷം രൂപ തന്നേ പറ്റും. അപ്പൊ 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ മോൻ എന്ത് ചെയ്യാം? മോന് പതുക്കെ ഈ രാജ്യം ഒന്ന് വിടണം. വേറെ രാജ്യത്ത് പോയി അന്തസ്സായിട്ട് അവിടെ ഒരു ബിസിനസ്സും തുടങ്ങി അവിടെ നിന്ന് ഒരു മദാമ ഏതെങ്കിലും വിദേശ ഫോറിൻ കൺട്രീസിൽ പൊയ്ക്കോ. അവിടെ ഒരു മദാമയ്ക്ക് കിട്ടി സുഖമായിട്ട് ജീവിക്കാം. അപ്പൊ അവർക്ക് കൂടെ സിനിമ ഇറക്കാം. ഇലയ്ക്ക് മുള്ളിനും കേടില്ല. ഓ, എന്റെ നെപ്റ്റ്യൂൺ ചേട്ടോ. നെപ്റ്റ്യൂൺ അല്ല, ക്ലീറ്റോ ചേട്ടാ. അപ്പൊ അത് കലക്കി. ആര് കൊടുക്കുന്ന ക്ലീറ്റോ ഈ പറയുന്നത്? കൊച്ചേ, സ്നേഹം കൊണ്ട് പറയാ. ഈ മനുഷ്യൻ ഇങ്ങനെ ലക്ഷങ്ങളുടെയും കോടികളുടെയും ഒക്കെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും കിട്ടാൻ പോണില്ല. ഇത്രയും വർഷം ജീവിച്ച വെള്ള അനുഭവം കൊണ്ട് പറയാ ഞാൻ. അങ്ങനല്ല, നടക്കും. ആര് നടക്കും? തേരാപ്പാര നടക്കും. ഒന്നുമില്ല. ഈ 50 ലക്ഷം രൂപ മേടിച്ചിട്ട് അതിൽ നിന്ന് 5 ലക്ഷം രൂപ എനിക്ക് അതിന്റെ ഒരു വിഹിതം തരുകയും ചെയ്യും. എണ്ണയും ചെയ്യും. കാണാം നമുക്ക്. കൊടുക്കത്തില്ലേ? കൊടുത്തോ? ആരോ വന്നിട്ട് കാണണമെന്ന് പറഞ്ഞു. പച്ചപ്പേ തിരക്കിങ്ങനെ ആൾക്കാർ ഒരുപാട് പേര് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പറയണൊന്നും ചെവി കൊള്ളണ്ട. ഇതിലെ കൂടെ കളഞ്ഞുതരാം.
ഞാൻ വന്നിട്ട് ബാക്കി സംസാരിക്കാം. അതെ ഇല്ല മോനെ, ദേ വരുന്നു. ഞാൻ കൊടുക്കൂല, ഞാൻ കൊടുക്കൂല. എന്റെ കാശ്, എന്റെ മാനഷ്ടത്തിൽ എന്റെ മാനം വിറ്റുണ്ടാക്കിയ കാശ് അത് മേടിച്ച് എന്റെ മച്ചല്ലേ. അതെ, ഇപ്പോഴേ തർക്കിക്കണ്ട. 5 ഞാൻ എന്നുള്ളത് കൊടുക്കൂല. കുറയ്ക്കാം. 5 എന്നുള്ളത് ഞാൻ തരൂല. നിക്കടാ നീ വീട്ടിനകത്ത് കയറി അടയിരിക്കുകയാണ്. മുതല വിളിച്ച ഫോൺ കൊടുക്കൂല, വീട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാടാ. എന്നെ കൊണ്ടുപോകാനാണ് മുതലാളി പറഞ്ഞത്. തൂക്കടാ വണ്ടി എടുത്തത്. പറയട്ടെ, ഫോണേ ചെറിയ കംപ്ലൈന്റ് ആയിരുന്നു, അതുകൊണ്ട് ആ ഫോൺ എടുക്കാത്ത. മനഃപൂർവ്വമല്ല. പിന്നെ പൈസ ഞാൻ എത്തിക്കും അങ്ങ് പറഞ്ഞാൽ മതി. കുറച്ച് കുറെ മാസങ്ങളായാലും നീ എത്തിക്കും ഇന്നുവരെ എത്തിയില്ലല്ലോ. ബഹളം വെക്കല്ലേ. പിന്നെ എന്താ അറിയാമോ, അകത്ത് ഗസ്റ്റ് ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ബഹളം വെക്കല്ലേ. എന്തോന്ന് ഗസ്റ്റ്, ആദ്യം നമ്മുടെ കാര്യം ഡീൽ ചെയ്തിട്ട് മതി. എന്തോട് പ്രശ്നം? അല്ല ഒന്നുമില്ല. അത് പിന്നെ 10-25,000 രൂപ വാങ്ങിയിട്ട് 6 മാസമായി, ഇതുവരെ ചോദിച്ചിട്ട് തരുന്നില്ല. മുതലാളി വിളിച്ച് ഫോൺ എടുക്കില്ല, മുങ്ങി നടക്കാം. മുതലാളി പറഞ്ഞു ഓരോ പൊക്കി കൊണ്ടുവരാൻ. അയ്യോ പ്ലേറ്റോ ചേട്ടൻ പാവമാണ്, പുള്ളി എന്തായാലും പൈസ തരും. ക്ലീറ്റോ ചേട്ടൻ അതെ, പുള്ളി പാവമാണ്, പുള്ളി എന്തായാലും പൈസ തരും. പേടിക്കണ്ട, തരും. എന്ന് തരുമെന്നാ പറഞ്ഞത് പറയുന്നത്. എന്റെ പൊന്നു കൊണ്ടാണ് ഇപ്പൊ തന്നെ കുറെ മാസങ്ങളായി നിങ്ങൾ പറയുന്നു. നീ 6 മാസമായില്ലേ പൈസ മര്യാദ. അതിന്റെ കൂടെ 2 മാസം വെച്ചു. 3 മാസം നമുക്ക് തരാം. ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാര്യം. നമ്മുടെ ഒരു അനിയനാ, ഗസ്റ്റാണ്. അതെ ചേട്ടന്മാരെ, അതായത് നിങ്ങൾക്ക് ആകെ 25,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. ഇവിടെ ഒരു 50 ലക്ഷം രൂപയുടെ ഡീലാണ് നടക്കുന്നത്. അഥവാ അത് ഓക്കെ ചേട്ടൻ ഇങ്ങനെ വിട്ട് തന്നു കഴിഞ്ഞാൽ പുള്ളി അത് റെഡിയാക്കി തരിക. 50 ലക്ഷം രൂപ എനിക്ക് കിട്ടുകയും 25,000 അല്ല 50,000 രൂപ അങ്ങോട്ട് തരും. 50 ലക്ഷം ഞാൻ ഗ്യാരണ്ടി. എനിക്കൊരു കാര്യം, ഈ ഗ്യാരണ്ടി നമുക്ക് കൊണ്ടുപോവാം. എന്നിട്ട് എന്നാണോ 25,000 നീ കൊണ്ടുവരുമ്പോൾ ഈ ഗ്യാരണ്ടി തിരിച്ച് അങ്ങോട്ട് തരാം. ഓക്കെ അല്ലേ? ഏത് ഗ്യാരണ്ടി? എടുത്ത് കയറാൻ ജനുവരി 16 ശുക്രൻ റിലീസാണ്. അതിന് മുമ്പ് കാശ് കൊടുത്ത് എല്ലാം റിലീസ് ചെയ്യാം. അയ്യോ റിലീസ് ജനുവരി 16 ശുക്രൻ.